സ്റ്റാൻഡ് കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ ഈ രണ്ട് സർക്കാരുകളോടും ഉള്ള ബന്ധം നമുക്ക് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് അവരെന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പോയി പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് ഇന്നും പങ്കെടുക്കും, നാളെയും പങ്കെടുക്കും. അതിനകത്ത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നും മലങ്കര സഭ കാണാറില്ല, അങ്ങനെ കാണത്തുമില്ല. പിന്നെ ആരെങ്കിലും അതിന് വിരുദ്ധമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, അത് അവരുടെ കുഴപ്പമായിട്ട് മാത്രം ഞങ്ങൾ കാണുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ചെയ്യുന്ന കാര്യം, ക്രിസ്ത്യാനികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ക്രിസ്ത്യാനികളെ മനസ്സിലാക്കാതെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, അത് അവരുടെ കുഴപ്പമാണ്. പറഞ്ഞതിന്റെ അർത്ഥമാണ് അത്. നിങ്ങൾ പേര് പറഞ്ഞ ആൾ മാത്രമല്ല, ആര് പറഞ്ഞാൽ അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്യുന്ന സമയമല്ലല്ലോ ഇപ്പോൾ. ഓൾറെഡി ഞാൻ പറഞ്ഞ വാചകത്തിനകത്ത് ആ വിമർശനം ഉണ്ടെന്നാണ് എന്റെ വിചാരം. ഇനി കേട്ടില്ല കേട്ടോ. കഴിഞ്ഞ കാലങ്ങളിലൊന്നുമില്ലാതെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പരിപാടികൾ എത്തിയൊക്കെ സഭാവാരന്മാരെ ഇരുന്ന് കൊടുക്കുമ്പോൾ അവര് വലിയ രാഷ്ട്രീയ ലക്ഷ്യം സ്വാഭാവികമായി മനസ്സിലാക്കാവുന്നത്. ഞങ്ങള് ക്രൈസ്തവ സഭയെ ഇലക്ഷൻ രാഷ്ട്രീയമൊക്കെ അവരുടെ വിഷയങ്ങളാണ്. ഇലക്ഷന്റെ തീയതി പ്രഖ്യാപിക്കുമ്പോൾ സഭാ മക്കള് ഉചിതമായ രീതിയിൽ അവർക്ക് തോന്നുന്ന അവർക്കിഷ്ടമുള്ള ആളിന് പോയി വോട്ട് ചെയ്ത് കൊടുക്കും. അവര് ഇങ്ങനെ വിളിക്കുന്നതും അങ്ങനെ വിളിക്കുന്നതും ഒക്കെ മറ്റുള്ളവർ പറയുന്ന രീതിയാണ്. എപ്പോഴൊരു ഗവൺമെന്റ് ഭരണത്തിലിരിക്കുന്നുവോ ആ ഗവൺമെന്റ് വിളിക്കുമ്പോൾ പോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, അത് പോയിരിക്കും. അതിന് ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നില്ല. രാഷ്ട്രീയം കാണുന്നവരുണ്ടെങ്കിൽ അതിൽ വ്യാഖ്യാനിക്കുക മാത്രമേ ഉള്ളൂ. സഭ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് അങ്ങനെ രാഷ്ട്രീയം ഇല്ലെന്നുള്ളതാണ്. ിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും നിങ്ങൾ നല്ലപോലെ പ്രചരിപ്പിച്ച് ഞങ്ങളെ